ഇനി നമുക്ക് പഠിക്കാനുള്ളത് എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. ഇവിടെ സമവാക്യം രൂപീകരിക്കുന്നതിന് മുമ്പ്, സമവാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 1-ൽ നിന്ന് തുടങ്ങുന്ന എണ്ണൽ സംഖ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 11, 12, 13 ഇതും എണ്ണൽ സംഖ്യ. പക്ഷെ നമ്മൾക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ എണ്ണൽ സംഖ്യയല്ല. ആദ്യത്തെ എണ്ണൽ സംഖ്യ ആകണമെങ്കിൽ അത് 1-ൽ നിന്ന് തന്നെ തുടങ്ങണം. ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളാണ് 1, 2, 3. അപ്പോൾ ഇവിടെ തുക എന്ന് പറയുന്നത് 1 + 2 + 3 എന്നാണ്. ഇത് 3 കൂട്ടുക, 3 2 കൂട്ടുക 5, 5 1 കൂട്ടിയാൽ 6. അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത എണ്ണൽ സംഖ്യയുടെ തുക നോക്കാം നമുക്ക്. 1 2 3 4. ആദ്യത്തെ 4 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + 4. കൂട്ടി നോക്കാം. 4 1 കൂട്ടിയാൽ 5, 3 2 കൂട്ടിയാൽ 5, 5 5 കൂട്ടിയാൽ 10. അടുത്തത് 1 2 3 4 5. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ തുക 1 + 2 + 3 + 4 + 5. 5 3 കൂട്ടിയാൽ 6, 2 4 കൂട്ടിയാൽ 6. അപ്പോൾ 2 6 12 3 15 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനാണ് നമുക്ക് സമവാക്യം. ആ സമവാക്യമാണ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 3 എണ്ണം. 3 × തൊട്ടടുത്ത സംഖ്യ എടുക്കുക. തൊട്ടടുത്ത സംഖ്യ 4, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 4ൻ്റെ പകുതി 2, 2 3 6. നമുക്ക് ആൻസർ കിട്ടി. എന്താണ് എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ ചെയ്യേണ്ടത്? എണ്ണം 4 × തൊട്ടടുത്ത സംഖ്യ 5, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 4 / 2 2, 2 5 10. നമുക്ക് ആൻസർ 10 എന്ന് കിട്ടി. എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എണ്ണം × തൊട്ടടുത്ത സംഖ്യ എന്നിട്ട് അതിൻ്റെ പകുതി. ഇവിടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്, തൊട്ടടുത്ത സംഖ്യ 6, എന്നിട്ട് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 6ൻ്റെ പകുതി 3, 3 5 15 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സമവാക്യം കിട്ടി n × n + 1 / 2. ഓക്കെ. അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക, ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ 5 × 6/2. ആദ്യത്തെ 7 എണ്ണൽ സംഖ്യയുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 7 × 8/2. ശ്രദ്ധിക്കുക, ഇവിടെ 1 2 3 4 5. ഈ ചോദ്യം 2 രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ തുക എന്തെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്രയെന്ന് ചോദിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. കാര്യം 5 വരെ എന്ന് പറഞ്ഞാലും 5 എണ്ണം ഉണ്ട്, ആദ്യത്തെ 5 എന്ന് പറഞ്ഞാലും എണ്ണം 5 തന്നെയാണ്. ഓക്കെ. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ തുക കാണുന്നതിനുള്ള സമവാക്യമാണ് n × n + 1 / 2 എന്ന സമവാക്യം. 1-2 ഉദാഹരണങ്ങൾ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തുക കാണുക. 1 + 2 + 3 + +70. അപ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് തന്നെ 70 വരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 70 എണ്ണങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ എണ്ണം എന്ന് പറഞ്ഞാൽ n ആണ്. n-നെയാണ് എണ്ണം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ എണ്ണൽ സംഖ്യയുടെ തുക 70 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം 70 × തൊട്ടടുത്ത സംഖ്യ 71 / 2. 2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇരട്ട സംഖ്യയുടെ പകുതി എടുക്കുക. ഇവിടെ ഒരു ഇരട്ട സംഖ്യ ഉണ്ടാകും, ഒരൊറ്റ സംഖ്യ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഈ 70ൻ്റെ പകുതി എടുത്ത് 35, 75 75 ഗുണിച്ചാൽ ഉത്തരമായി. ഒന്ന് ഗുണിച്ചു നോക്കാം നമുക്ക്. 71 × 35. 1 × 5 5, 7 5 35. ഇനി 3 × 1, ഈ 3ൻ്റെ താഴെ വേണം എഴുതാൻ. 3 21. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 5 3 കൂട്ടിയാൽ 8 3 1 4 2. അപ്പോൾ നമുക്ക് കിട്ടും 2485 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ 1 + 2 3, 3 + 3 6. അങ്ങനെ നമ്മൾ 70 വരെ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും 2485 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്?
ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുക ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് 30 ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ 31 എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ നമുക്കറിയാം ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ടായിരിക്കും, അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇവിടെ 30 ഒരു ഈവൻ നമ്പറാണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. 30ൻ്റെ പകുതി 15, 15 31 ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി അല്ലേ. 31 ഗുണിക്കണം 15, ഒരു 5, 5 3 15, 1 ഇൻറ്റു 1 1, ഒരു 3 3, 5 എഴുതി 5 ഒന്നും കൂട്ടിയാൽ 6, 3 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 4. അതുകൊണ്ട് നമുക്ക് 465 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 30 വരെയുള്ള നിസ്സർഗ സംഖ്യയുടെ തുക ഇത്. രണ്ടും ഒന്ന് തന്നെയാണ്. ആദ്യത്തെ 30 എണ്ണസംഖ്യയുടെ തുക എത്രയെന്ന് ചോദിച്ചാലും 30 വരെയുള്ള നിസ്സർഗ സംഖ്യയുടെ തുക എത്രയെന്ന് ചോദിച്ചാലും അത് രണ്ടും ഒന്ന് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി ചോദ്യത്തിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. തുക തന്നിട്ട് അത് എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഒരു ചോദ്യം ഇങ്ങനെ പറയാണ്. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 45? എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 45 എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ സമവാക്യം ഫസ്റ്റ് ഒന്ന് എഴുതി വെക്കണം, എങ്കിൽ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമായിരിക്കും. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 45. അതുകൊണ്ട് നമ്മൾ ആ തുക കാണാനുള്ള സമവാക്യം എഴുതി വെക്കാം. എന്താ തുക കാണാനുള്ള സമവാക്യം? n ഇൻറ്റു n+1/2 എന്ന ഇത് എന്ന് പറയുന്നത് 45 ആണ് എന്ന് നമ്മൾ ഇതുപോലെ എഴുതി വെക്കണം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 45 എന്ന് ചോദിച്ചാൽ ആ തുക കാണാനുള്ള സമവാക്യം എഴുതിയിട്ട് ആ 45 എഴുതി വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എണ്ണാണ് കാണേണ്ടത്, കാര്യം എണ്ണമാണ് കാണേണ്ടത്. എണ്ണം കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ താഴെയുള്ള ഈ ഹരിക്കാനുള്ള 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. നമുക്കറിയാം ഹരിക്കാനുള്ള 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഗുണിക്കണം എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഗുണിക്കാനായിട്ട് മാറും. അപ്പോൾ ഇവിടെ n ഇൻറ്റു n+1 ഈസിക്കൽ ടു 2 ഗുണിക്കണം 45 എന്ന് പറഞ്ഞാൽ 45ൻ്റെ ഇരട്ടി. ഈ ഹരിക്കാനുള്ള 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം 2 എന്നായിട്ട് മാറും. അപ്പോൾ 2 ഇൻറ്റു 45 90 എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് n ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ എണ്ണം ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ എന്നാണ്. അതായത് അടുത്തടുത്ത 2 സംഖ്യകൾ ഗുണിച്ചാലാണ് 90 കിട്ടിയത്. ഏതൊക്കെ അടുത്തടുത്ത 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 90 കിട്ടുന്നത് നോക്കിയാൽ മതി. നമുക്കറിയാം 9 ഗുണിക്കണം 10 ആണ് 90. ശരിയല്ലേ? 90 എന്നത് ഏതൊക്കെ അടുത്തടുത്ത ഏതൊക്കെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഗുണിക്കുമ്പോഴാണ് 90 കിട്ടുന്നത് നോക്കി. അപ്പോൾ 9 ഗുണിക്കണം 10 ആണ് 90. അതുകൊണ്ട് എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ 9 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 45. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉദാഹരണം ഒന്നും കൂടി പറയുന്നു. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 28? എന്താണ് ചോദ്യം? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 28? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് എന്ന് ചോദിച്ചാൽ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം ഫസ്റ്റ് എഴുതി വെക്കണം. എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് n ഇൻറ്റു n+1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. ഇനി നിങ്ങൾ പറഞ്ഞ എന്താണ് ചെയ്യേണ്ടത്? ഈ ഹരിക്കാനുള്ള 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഹരിക്കാനുള്ള 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഗുണിക്കണം 2 എന്നായിട്ട് മാറുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടും n ഇൻറ്റു n+1 ഈസിക്കൽ ടു 2 ഇൻറ്റു 28 56 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് n ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും എന്നാണ് അർത്ഥം. n ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയും അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയും എന്നാണ്. അങ്ങനെ അടുത്തടുത്ത ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 56 കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞ ഏതൊക്കെ അടുത്തടുത്ത 2 സംഖ്യകൾ ഗുണിച്ചാലാണ് 56 കിട്ടുന്നത്? 7 ഇൻറ്റു 8 ആണ് 56. അപ്പോൾ ഇത് 7ഉം ഇത് തൊട്ടടുത്ത സംഖ്യ 8 ഇതിനോട് കൂടെ ഒന്ന് കൂട്ടിയത്. അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് n ആണ്. എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. ആദ്യത്തെ 7 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 28 എന്ന് പറയുന്നത്. ഇനി നമുക്ക്
ഇതിൽ നിന്ന് തന്നെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ അതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്, ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള സമവാക്യം, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുകയിൽ നിന്ന് ശരാശരി കാണാൻ എളുപ്പമാണ്. അതായത് ഈ സമവാക്യത്തിൽ നിന്ന് ഈ ഒരു n ഒഴിവാക്കി കഴിഞ്ഞാൽ ശരാശരി കാണാനുള്ള സമവാക്യമായി. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള സമവാക്യം n ഒഴിവാക്കിയാൽ മതി. അപ്പോൾ n+1/2 എന്ന് കിട്ടും. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെ തൊട്ടടുത്ത സംഖ്യയുടെ പകുതി എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 6ൻ്റെ പകുതി എടുത്താൽ ആൻസർ കിട്ടി, 3 ആയിരിക്കും ഉത്തരം. ആദ്യത്തെ 7 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 7ൻ്റെ തൊട്ടടുത്ത സംഖ്യ 8ൻ്റെ പകുതി, 4 ആയിരിക്കും ആൻസർ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 10ൻ്റെ തൊട്ടടുത്ത സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ 11ൻ്റെ പകുതി എത്ര കിട്ടും? 5.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഏതാനും ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ 15 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യയുടെ പകുതി എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 16 അല്ലെ, 15നോട് ഒന്ന് കൂട്ടുക, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കാൻ. അപ്പോൾ 15നോട് ഒന്ന് കൂട്ടിയാൽ 16ൻ്റെ പകുതി 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 17 വരെയുള്ള ആദ്യത്തെ 17 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാലും ശരി, 17 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 17 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? 17നോട് കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെ തൊട്ടടുത്ത സംഖ്യയുടെ പകുതി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 18, 17 ഒന്ന് കൂട്ടിയ 18ൻ്റെ പകുതി, നമ്മുടെ ആൻസർ 9. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ഇനി ഈ ചോദ്യം നമുക്ക് തിരിച്ചു വരികയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് 10? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് 10 എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ ശരാശരി കാണാനുള്ള സമവാക്യം എഴുതി വെച്ചിട്ട് ആ 10 എഴുതണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് 10 എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള സമവാക്യമാണ് n+1/2. എന്നിട്ട് നമ്മൾ ആ 10 എന്ന് എഴുതി വെക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹരിക്കാനുള്ള 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഈ ഹരിക്കാനുള്ള 2നെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ n+1 എന്ന് കിട്ടും, = ഈ 2 സമത്തിനപ്പുറം കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും. 2 ഗുണിക്കണം 10 20. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞ n+1 എന്ന് പറഞ്ഞ 20. അപ്പോൾ ഈ 1 അല്ലെങ്കിൽ n-നോട് 1 കൂട്ടിയപ്പോഴാണ് 20 കിട്ടിയത്. അപ്പോൾ n എത്രയാ? 19. ഇതല്ലേ ഇതിൻ്റെ അർത്ഥം? എണ്ണത്തിനോട് 1 കൂട്ടിയപ്പോഴാണ് 20 കിട്ടിയത്. അപ്പോൾ n എത്രയാ? 19. അപ്പോൾ ആദ്യത്തെ 19 എണ്ണൽ സംഖ്യയുടെ തുകയാണ്, ആദ്യത്തെ 19 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് എത്ര എന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് 17? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് 17 എന്ന് ചോദിച്ചാൽ നമ്മൾ ശരാശരി കാണാനുള്ള സമവാക്യം എഴുതിക്കണം. എന്താണ് എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള സമവാക്യം? n+1/2 അല്ലേ? ആദ്യം എന്ത് ചെയ്യണം? ഈ ഹരിക്കാനുള്ള 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കിവിടെ n+1 = 17 ഗുണിക്കണം 2, 2 14 ഇഷ്ടം 1, 2 1 3 34 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? എണ്ണത്തിനോട് 1 കൂട്ടിയപ്പോൾ 34 കിട്ടി. അപ്പോൾ എണ്ണ എത്ര? 33 അല്ലേ? എണ്ണം എന്ന് പറയുന്നത് 33 കാരണം എണ്ണത്തിനോട് 1 കൂട്ടിയപ്പോഴാണ് 34 കിട്ടിയത്. അതുകൊണ്ട് ആൻസർ 33. 33നോട് 1 കൂട്ടിയാലാണ് 34 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 33. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യമാണ് എണ്ണം × തൊട്ടടുത്ത സംഖ്യ, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണം. ഇനി ശരാശരി കാണണമെങ്കിൽ ആ എണ്ണം അങ്ങ് മാറ്റി പിടിച്ചാൽ മതി. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള സമവാക്യമാണ് n+1/2 എന്നത്. ഓക്കെ.